മഹാദേവി നമ. 30ാമത്തെ അധ്യായത്തിൽ ഗൗരിയുടെ ജനനാണ് വർണ്ണിക്കുന്നത്. അത് നമുക്ക് കേൾക്കാം. ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് തപസ്സിന് പോയ ദക്ഷൻ തുടങ്ങിയവർ ഹിമാലയ സാനുക്കളിൽ ചെന്ന് മായാബീജമന്ത്രം ഉരുവിട്ട് 1,00,000 വർഷത്തോളം ശാന്ത മനസ്കരായി തപസ് ചെയ്തു. അങ്ങനെ അവർ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവി അവർക്ക് പ്രത്യക്ഷ ദർശനം നൽകുകയുണ്ടായി. 4 കൈകളിലും പാശവും അങ്കുശവും തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച് കരുണാകടാക്ഷത്തോടുകൂടി സച്ചിദാനന്ദ സ്വരൂപിണിയായ ദേവി പ്രത്യക്ഷമായത് കണ്ട് തപസ് ചെയ്യുന്ന ദേവന്മാർ ദേവിയെ നമസ്കരിച്ചു വാഴ്ത്തി സ്തുതിച്ചു. എങ്ങനെ സ്തുതിച്ചു? വിശ്വരൂപേ നമസ്കാരം, ഞങ്ങളിതാ അടിപണിയുന്നു. സൂത്രാത്മരൂപിണി, പ്രാജ്ഞരൂപിണി, തൈജസരൂപിണി, എല്ലായ്പ്പോഴും തൊഴാം ഞങ്ങള്. സർവലക്ഷാത്മരൂപിണി നമസ്കാരം. ദക്ഷൻ തുടങ്ങിയ ഋഷീശ്വരന്മാർ ദേവിയെ സ്തുതിച്ച് നമസ്കരിച്ചു. ദേവി മധുരമായ സ്വരത്തിൽ അവരോട് ചോദിച്ചു, അല്ലയോ മഹാത്മാക്കളെ, ഞാൻ വരദായിനിയാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അവർ അഭ്യർത്ഥിച്ചു. ഹരിക്കും രുദ്രനും പൂർവാധികം ശക്തിയും ഐശ്വര്യവും ഉണ്ടാവണം അമ്മേ. പിന്നീട് ദക്ഷൻ പറഞ്ഞു, അംബിക എന്റെ കുലത്തിൽ വന്ന് പിറക്കുകയും വേണം. ആ ഭാഗ്യം എനിക്ക് അനുവദിച്ചു തരികയും വേണം. അവിടുത്തെ ജപവും ധ്യാനവും വിവിധ സ്ഥാനവും എപ്രകാരമാണെന്ന് അവിടുന്ന് പറഞ്ഞു തരികയും വേണം. ദേവി പറഞ്ഞു, അവൾ ശക്തിഹീനരായത് എന്നെ നിന്ദിച്ച കാരണമാണ്. അത്തരത്തിലൊരു തെറ്റിനെ ആവർത്തിക്കരുത്. ഇന്ന് എന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് സൗഖ്യം വന്ന് ഭവിക്കും. എന്റെ ശക്തികൾ പാലാഴിയിലും നിന്റെ ഗൃഹത്തിലും വന്ന് പിറക്കും. പിന്നീട് അവർ ഹരിയെയും രുദ്രനെയും പ്രാപിക്കുകയും ചെയ്യും. പേടിക്കണ്ട. മായാബീജ മന്ത്രം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രമാണ്. എന്റെ വിരാട് രൂപമോ ഈ കാണുന്ന സച്ചിദാനന്ദ സ്വരൂപമോ ഏതെങ്കിലും ഭക്തിയോടെ ഇടപെടാതെ ധ്യാനിക്കും. ഈ വിശ്വം മുഴുവൻ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞ് മണിദ്വീപ നിവാസിനെ ദേവി അന്തർധാനം ചെയ്തു. ദക്ഷനും മുനിമാരും ബ്രഹ്മാവിന്റെ സമീപം ചെന്ന് എല്ലാ വൃത്താന്തങ്ങളും അറിയിച്ചു. ഹരിയും ഹരനും പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു. അവരങ്ങനെ ഗർവഹീനരായി അഹങ്കാരം ശമിച്ചവരായി പരാമ്പയെ ധ്യാനിച്ച് സ്വന്തം കാര്യങ്ങളിൽ സമർത്ഥരായി തീരുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പരാശക്തി ദക്ഷഗൃഹത്തിൽ ജനിച്ചു. ദേവി ജനനോത്സവത്തെ എല്ലാവരും ആഘോഷമായി കൊണ്ടാടി. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. സജ്ജനങ്ങളുടെ ഹൃദയം ശാന്തവും നിർമ്മലവുമായി. മംഗളാജനനത്തിൽ എല്ലായിടത്തും മംഗളം വന്നു ഭവിച്ചു. ദക്ഷനാപുത്രിക്ക് സതി എന്ന് പേരിടുകയും ചെയ്തു. ശിവന്റെ തന്നെ ശക്തിയായതുകൊണ്ട് ആ പൃഥ്വിയിൽ ശിവന് തന്നെ നൽകുകയും ചെയ്തു. ദൈവനിശ്ചയത്താൽ ദക്ഷയജ്ഞത്തിൽ സതി ദേഹം ത്യജിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം നടന്നു അതിൻ്റെ ഇടയില്. അങ്ങ് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ആരുടെ വാക്ക് ഉച്ചരിച്ചാൽ സംസാരാഗ്നി നശിക്കുമോ ആ മഹത്തായ വസ്തു അഗ്നിയിൽപ്പെട്ട് ദഹിച്ചു എന്നോ? എപ്രകാരമാണ് അത് സംഭവിച്ചത്? ദക്ഷന്റെ ഏത് പ്രവൃത്തി കൊണ്ടാണ് സതിദേഹം ത്യജിച്ചത്? സതീദേവിയുടെ കഥ വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം പറയാൻ തുടങ്ങി. ഒരു ദിവസം ദുർവാസാവ് മഹർഷി ജംബൂനദേശ്വരിയായ ശിവയെ മായാബീജമന്ത്രം ജപിച്ചു വന്ദിച്ചും പ്രസന്നയായ ദേവി തന്റെ കഴുത്തിൽ കിടന്ന വൈജയന്തിമാല എടുത്ത് മഹർഷിക്ക് കൊടുത്തു. മഹർഷി ആ മാല സാദരം വാങ്ങി ദേവീ പ്രസാദം എന്ന് കരുതി വ്യോമമാർഗത്തിലൂടെ പുറപ്പെട്ടു. സാക്ഷാൽ സതിയുടെ പിതാവായ ദക്ഷന്റെ വാസസ്ഥാനത്തെത്തി. ദേവി കൊടുത്ത ആ മാല സതിക്ക് സമർപ്പിച്ച് സതിയെ നമസ്കരിച്ചു. ദുർവാസാവ്. ദക്ഷൻ ചോദിച്ചു, മഹർഷി, ഈ ദിവ്യമാല അങ്ങേക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ മാല ആരുടേതാണ്? ഈ പൂമാല അമൂല്യമായതാണ് കേട്ടോ ഈ ഹാരം. മഹർഷി ഗദ്ഗദകണ്ഠനായി പറഞ്ഞു, ഇത് ദേവീ പ്രസാദം കൊണ്ട് ലഭിച്ചതാണ് എന്ന്. ആ മാലയെ സതിയുടെ അച്ഛനായ ദക്ഷൻ ചോദിച്ചു വാങ്ങി തന്റെ കിടപ്പുമുറിയിൽ അത്യാദരപൂർവ്വം സൂക്ഷിച്ചു വെച്ചു. ആ രാത്രിയിൽ പൂമാലയുടെ മാസ്മരഗന്ധത്താൽ ദക്ഷന് മൈഥുനാസക്തി വർദ്ധിച്ചു അത്രേ. അതുള്ളത് പറയണ്ടേ ഇപ്പോ. അങ്ങനെ ആയിപ്പോയി. അതിന്റെ ആ വല്ലാത്തൊരു പരിമളം കൊണ്ട് ആ പാപകാരണം ദക്ഷന് ശിവനിലും സതിയിലും ദേഷ്യവും വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ദക്ഷനിൽ നിന്നുണ്ടായ സതി സ്വന്തം ശരീരം യാഗാഗ്നിയിൽ ദഹിപ്പിച്ചു. ആ ജ്യോതിസ് തന്നെ ഹിമാലയ പർവ്വതത്തിൽ ഉത്ഭവിക്കുകയും ചെയ്തു. ആ മാല കൊണ്ട് പൂജാമുറിയിൽ വെക്കേണ്ട മാലയല്ല, അത് ബെഡ്റൂമിൽ കൊണ്ടുവെക്കും ആരെങ്കിലും. തന്റെ പ്രാണപ്രേയസിയായ സതീദേവി അഗ്നിയിൽ ദഹിച്ചതിന് ശേഷം
വിരഹാതുരനായ മഹാദേവൻ എന്താണ് ചെയ്തത് അതും അറിയാൻ ആഗ്രഹമുണ്ട്. പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ വിചിത്രമാണ് രാജൻ. ശിവഭഗവാന്റെ കോപത്തിൽ നിന്ന് വീരഭദ്രപ്പെരുമാളും ഭദ്രകാളിയും അതുപോലെ ഭൂതഗണങ്ങളും ജനിച്ചു. അവർ 3 ലോകങ്ങളും ദഹിപ്പിക്കാനായി ഒരുങ്ങി. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ ശിവനെ ശരണം പ്രാപിച്ചു. ദക്ഷനെയും ദക്ഷയജ്ഞത്തെയും നശിപ്പിച്ചുവെങ്കിലും കരുണാനിധിയായ ശിവൻ ദക്ഷന് ആട്ടിന്റെ തല വെച്ചു കൊടുത്ത് ജീവൻ നൽകി. അതുകൊണ്ട് തന്നെ അഹങ്കാരിക്ക്. അതിനുശേഷം ഹരൻ യജ്ഞവാടത്തിലേക്ക് കയറി വിരഹാർത്ഥനായി കരഞ്ഞുപോയി മഹാദേവൻ. പിന്നീട് ദേവിയുടെ എരിഞ്ഞു ചാമ്പലായ ദേഹം ചുമലിലേറ്റി സതീ എന്ന് പറഞ്ഞ് സംഭ്രാന്തനായി ദേശം തോറും നടന്നു. ബ്രഹ്മാദിദേവന്മാർ എന്തു ചെയ്യണമെന്നറിയാതെ ചിന്താധീനനായി. തൽക്ഷണം മഹാവിഷ്ണു സതിയുടെ അംഗങ്ങൾ വില്ലുകൊണ്ട് ഓരോ സ്ഥലത്തായി മുറിച്ചിട്ടു. സതിയുടെ അംഗം വീണ ഓരോ സ്ഥലത്തും സദാശിവൻ ഓരോ രൂപം കൈക്കൊണ്ട് പറഞ്ഞു, ഈ സ്ഥാനങ്ങൾ വെച്ച് ദേവിയെ ഭക്തിയോടെ പൂജിക്കുന്നവർക്ക് സർവ ഐശ്വര്യങ്ങളും ലഭിക്കും. ആ പരാശക്തി ഈ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. മനുഷ്യർ ഈ സ്ഥലങ്ങളിൽ വെച്ച് മായാവീര്യം ജപിക്കുകയാണെങ്കിൽ മന്ത്രസിദ്ധികൾ ഉണ്ടാവും. മഹാദേവൻ ഈ ഓരോ സ്ഥാനങ്ങളിലും ജപവും ധ്യാനവും ചെയ്ത് വിരഹാതുരനായ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ആ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, എത്ര പീഠങ്ങളുണ്ട്, ഓരോന്നിന്റെയും പേരെന്താണ്, ആ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ നാമങ്ങളും പറഞ്ഞു തന്നാലും മഹർഷിന്ന് ജനമേജയൻ മഹാരാജാവ് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ട് വ്യാസമഹർഷി ദേവീപീഠങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങി. രാജൻ, ശ്രവണമാത്രയിൽ തന്നെ എല്ലാ പാപങ്ങളും നശിച്ചു പോകും. സിദ്ധിയും ഭൂതിയും ആഗ്രഹിക്കുന്നവൻ ഉപാസിക്കേണ്ട സ്ഥലമാണ് ഇതൊക്കെ തന്നെയും. ഓരോന്നും എവിടെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. കാശിയിൽ വിശാലാക്ഷിയായും, നൈമിഷാരണ്യത്തിൽ ലിംഗധാരിണിയായും, പ്രയാഗയിൽ ലളിതയായും, ഗന്ധമാദന ഭൂമിയിൽ കാമുകീ ദേവിയായും, മാനസഭൂമിയിൽ കുമുദയായും, വടക്കേതിൽ കാമപ്രദായിനിയായ വിശ്വകാമയായും, ഗോമന്തത്തിൽ ഗോമതിയായും, മന്ദരത്തിൽ കാമചാരിണിയായും, ഹസ്തിപുരിയിൽ ജയന്തിയായും, കാഞ്ഞകുബ്ജത്തിൽ ഗൗരിയായും, ഏകാമ്രത്തിൽ കീർത്തിമതിയായും, മലയപർവ്വതത്തിൽ രംഭയായും, ചൈത്രരഥത്തിൽ മതോത്കടയായും, പുഷ്കരത്തിൽ പുരുഹൂതയായും, വിശ്വത്തിൽ വിശ്വേശ്വരിയായും, കേദാരത്തിൽ സന്മാർഗദായിനിയായും, ഹിമാലയ പർവ്വതത്തിൽ മന്ദയാൾ ആയും, ഗോകർണത്തിൽ ഭദ്രകർണിയായും, താനേശ്വരത്തിൽ ഭവാനിയായും, വില്വത്തിൽ വില്വപത്രികയായും, ഭദ്രേശ്വരത്ത് ഭദ്രയായും, ശ്രീശൈലത്തിൽ മാധവിയായും, പത്മാലയത്തിൽ പത്മയായും, അരാഹഗിരിയിൽ ജയയായും, രുദ്രകോടിയിൽ രുദ്രയായും, കാളജ്ഞരത്തിൽ കാളിയായും, കാളഗ്രാമത്തിൽ മഹാദേവിയായും, ശിവലിംഗത്തിൽ കപിലയായും, അതുപോലെ മാകോടത്തിൽ മുകുടേശ്വരിയായും, മായാപുരിയിൽ കുമാരിയായും, സന്താനത്തിൽ ലളിതാംബികയായും, നരേന്ദ്രനിൽ വിമലയായും, ഗയയിൽ മംഗളയായും, സഹസ്രാക്ഷത്തിൽ ഉൽപ്പലാക്ഷിയായും, ഹിരണ്യാക്ഷത്തിൽ മഹോൽപ്പലയായും, വിപാശയിൽ അമോഘാക്ഷിയായും, ത്രികൂടത്തിൽ രുദ്രസുന്ദരിയായും, വിപുലത്തിൽ വിപുലയായും, മലയപർവ്വതത്തിൽ കല്യാണിയായും, അതുപോലെ സുപാർശ്വത്തിൽ നാരായണിയായും, പാടലത്തിൽ പുണ്ട്രവർദ്ധനയായും, സഖ്യനിൽ ഏകവീരയായും, ഹരിശ്ചന്ദ്രയിലെ ചന്ദ്രികയായും, രാമതീർത്ഥത്തിൽ രമണയായും, കാളിന്തിയിൽ മൃഗാവതിയായും, കോടതീർത്ഥത്തിൽ കോടവിയായും, മാധവവനത്തിൽ സുഗന്ധയായും, അതുപോലെ ഗോദാവരിയിൽ ത്രിസന്ധ്യയായും, ശിവകുണ്ടത്തിൽ ശിവാനന്ദയായും, ദേവികാതടത്തിൽ നന്ദിനിയായും, ദ്വാരാവതിയിൽ രുക്മിണിയായും, ഗംഗാദ്വാരത്തിലോ രതിപ്രിയായും, വൃന്ദാവനത്തിലാണ് രാധയായും, പാതാളത്തിൽ മഹേശ്വരിയായും, ചിത്രകൂടത്തിൽ സീതയായും, വിന്ധ്യനിൽ വിന്ധ്യവാസിനിയായും, വൈദ്യനാഥത്തിൽ ആരോഗ്യയായും, കരവീരത്തിൽ ലബ്ധികയായും, വിഘ്നേശത്തിൽ ഉമാദേവിയായും, മധുരയിലാണെങ്കിലോ ദേവകിയായും, കൃഷ്ണതീർത്ഥത്തിൽ അഭയയായും, വിന്ധ്യനിൽ നിതംബയായും, മാണ്ഡവ്യത്തിൽ മാണ്ഡവിയായും, പേര് മഹേശ്വരത്തിൽ സ്വാഹ ആയും, ഛലഗണ്ഡത്തിൽ പ്രചണ്ഡയായും, പ്രഭാസത്തിൽ പുഷ്കരാവതിയായും, സോമേശ്വരത്തിലാണെങ്കിലോ വരാരോഹയായും,
മഹാകാളത്തിലാണെങ്കിൽ മഹേശ്വരിയായും, സരസ്വതിയിൽ ദേവമാതാവായും, ആഴിത്തടത്തിൽ പാരാവാരയായും, പയോഷ്ണിയിൽ പിങ്കളിയായും, കൃതശൗചത്തിൽ സിംഹികയായും, സംഘത്തിൽ സുഭദ്രയായും, ഉൽപാലാവർത്തകത്തിൽ ലോലയായും, മഹാലയത്തിൽ മഹാഭാഗയായും, സിദ്ധവനത്തിൽ ലക്ഷ്മിയായും, ഭരതാഗ്രമത്തിൽ അനങ്കയായും, ജാലാന്ധരത്തിൽ വിശ്വമുഖിയായും, കിഷ്കിന്ധയിൽ താരയായും, സുരവനത്തിൽ പുഷ്ടിയായും, കാർത്തികയിൽ ഗതിശങ്കരിയായും, കപാലമോചനത്തിൽ തുഷ്ടിയായും, കാശ്മീരത്തിൽ മേധയായും, മായാവരോഹത്തിൽ ശുദ്ധിയായും, അതുപോലെ ഹിമാദ്രിയിൽ ഭീമാദേവിയായും, ശംഖോദ്ധാരത്തിൽ മഹാദേവിയായും, പിണ്ടാരകത്തിൽ ധൃതിയായും, അച്ഛോദയിൽ ശിവധാരിണിയായും, അതുപോലെ തന്നെ ബദരിയിൽ ഉർവശിയായും, വേണയിൽ അമൃതയായും, ഹേമകൂടത്തിൽ മന്മഥയായും, കുമുദത്തിലാണെങ്കിൽ സത്യവാദിനിയായും, കുശദ്വീപിൽ കുശോദകയായും, വടക്കേ കുരുവിൽ ഔഷധീദേവിയായും, അശ്വത്ഥതരുവിൽ വന്ദനീയ കുശോദരയായും, വടക്കേ കുരു രാജ്യത്ത് ഔഷധീദേവിയായും, അശ്വത്ഥതരുവിൽ വന്ദനീയയായും, വേദവക്രത്തിൽ ഗായത്രിയായും, അതുപോലെ തന്നെ ശ്രീഭഗേഹത്തിൽ നിധിയായും, ദേവലോകത്തിൽ ഇന്ദ്രാണിയായും, ശിവസന്നിധിയിൽ ശിവയായും, ബ്രഹ്മാനനത്തിൽ ശ്രീവാണിയായും, സൂര്യനിൽ പ്രഭയായും, സപ്തമാതൃക്കളിൽ വൈഷ്ണവിയായും, സതികളിൽ അരുന്ധതിയായും, സ്ത്രീകളിൽ തിലോത്തമയായും, ചിത്തത്തിൽ ബ്രഹ്മകലയായും, ശക്തി എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുകയാണ്. എത്ര? 1008 ശക്തിപീഠങ്ങളുണ്ട്. 1108 ശക്തിപീഠങ്ങളുണ്ട്. ശക്തിപീഠത്തിന്റെ പേരും സ്ഥലവും ഞാൻ പറഞ്ഞു തന്നു. ഇവിടെയൊക്കെയാണ് സതീദേവിയുടെ അംഗങ്ങൾ വീണത്. എന്നാൽ ഭൂമിയിൽ പല സ്ഥലത്തും ശക്തിപീഠങ്ങൾ ഉണ്ട് കേട്ടോ. ശ്രേഷ്ഠമായ ഈ 108 നാമങ്ങൾ സ്മരിച്ചാലും ശ്രവിച്ചാലും എല്ലാ പാപങ്ങളും നശിച്ച് ദേവീ സന്നിധിയിൽ എത്താൻ സാധിക്കും. വിധിപ്രകാരം ഈ 108 പീഠങ്ങളിലും വന്ന് പിതൃതർപ്പണവും ശ്രാദ്ധാദികളും ചെയ്ത് മഹാദേവി മഹാപൂജ ചെയ്ത് താൻ ചെയ്ത തെറ്റ് പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അവർ തികച്ചും കൃതാർത്ഥരായി തീരൂട്ടോ. യുവതികൾക്കും കന്യകൾക്കും ബ്രാഹ്മണർക്കും വടുക്കൾക്കും ഭോജനം നൽകണം. ആ ക്ഷേത്രത്തിൽ വടുക്കൾ പറഞ്ഞാൽ ബ്രഹ്മചാരി കുട്ടികള്. ആ ക്ഷേത്രങ്ങളിൽ വസിക്കുന്ന ഏത് നീചജാതിക്കാരെയും ദേവി തന്നെയാണെന്ന് സങ്കല്പിച്ച് പൂജിക്കണം. ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രതിഗ്രഹമൊന്നും വാങ്ങാനും പാടില്ല. സജ്ജനങ്ങൾ ശക്തിക്കനുസരിച്ച് പൂജ ചെയ്യണം. അതാത് സ്ഥലത്തുള്ള ശക്തിപീഠങ്ങളെ മായാബീജ മന്ത്രം കൊണ്ട് നിത്യം പൂജ ചെയ്യണം. ദേവീഭക്തൻ ധനത്തിൽ ഭ്രമിക്കരുത്. പ്രകാരം ദേവീപീഠ തീർത്ഥയാത്ര ഭക്തിപൂർവം ചെയ്യുകയാണെങ്കിൽ അവൻ മഹത്തായ ബ്രഹ്മലോകം പ്രാപിച്ച് 1000 കൽപ്പകാലം തങ്ങളുടെ പിതൃക്കളുമൊത്ത് സുഖമായി വസിച്ച് അവസാനം ജ്ഞാനിയായ സംസാര സമുദ്രം താണ്ടി ദേവീപുരത്തിലെത്തും. ഈ ശക്തിപീഠത്തിന്റെ പേരെഴുതി ഒട്ടനവധി ജനങ്ങൾ സിദ്ധരായിട്ടുണ്ട്. ഈ ശക്തിപീഠത്തിന്റെ ഒക്കെ പേരിങ്ങനെ എഴുതി 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 സിദ്ധരായിട്ടുണ്ട് എന്നാ പറയുന്നത്. ഈ നാമം എഴുതി സൂക്ഷിക്കുന്ന സ്ഥലത്ത് പീഡകളൊന്നും തന്നെ സംഭവിക്കുകയുമില്ല. ഈ 108 നാമവും നിത്യം ജപിക്കുന്നവന് ആപത്തുകളൊന്നും ഉണ്ടാവുകയുമില്ല. മാത്രമല്ല ധന്യനാവുകയും ചെയ്യൂട്ടോ എന്ന് സംശയമെന്നെ പറയുന്നു. അങ്ങനെയുള്ളവനെ ദേവന്മാർ പോലും വന്ദിക്കും. പിന്നെ മനുഷ്യരെ പറ്റി പറയുവാനുണ്ടോ? ഇല്ലല്ലോ. ശ്രാദ്ധ സമയത്ത് ഈ 108 നാമം ജപിക്കുകയാണെങ്കിൽ പിതൃക്കൾക്ക് തൃപ്തിയാവും. അവർക്ക് സദ്ഗതി ലഭിക്കുകയും ചെയ്യും. രാജൻ, ഈ 108 ശക്തിപീഠങ്ങളും മുക്തിക്ഷേത്രങ്ങളാണ് കേട്ടോ. പരാശക്തിയുടെ അതിരഹസ്യമായ ഈ കഥ അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാൻ വിസ്തരിച്ച് തന്നെ പറഞ്ഞു തന്നു. അങ്ങനെ അഷ്ടോത്തര ശതപീഠ വർണ്ണനം എന്ന 30-ാം അധ്യായം ഭഗവത് പാദങ്ങളെ സമർപ്പിക്കുകയാണ്. യമോൽ പുത്രീ രൂപേണ ദേവിയുടെ ജനനാണ് വർണ്ണിക്കേണ്ടത്. അത് നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ